വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറച്ചായില്ലേ ഒരു ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. 2 ദിവസം മുന്നേ ഞാനൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ എന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ നമ്മുടെ ക്രിഷ് ബേബിക്ക് കുറച്ച് പനിയായിരുന്നു ക്രിഷ് ബേബിക്ക്. അപ്പം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, അത് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ അവന് ആ സമയത്ത് നല്ലോണം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഇപ്പം കുറവുണ്ട്, എന്നാലും അതൊന്ന് കുറഞ്ഞ് മാറി വന്നപ്പോഴത്തേക്കും അടുത്തത് വന്നിട്ടുണ്ട്. ചെറിയൊരു ജലദോഷം പോലെ ഇന്ന് ആയിട്ടുണ്ട്. മാറുമായിരിക്കും, ഇപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോൾ അവനിപ്പോൾ ഉറങ്ങുകയാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എന്ത് വീഡിയോ ആണ് എടുക്കുക ഇപ്പം. മെയിനായിട്ട് എനിക്ക് ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് എനിക്ക് ചെറിയൊരു മടി വന്നിട്ടുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻ കാരണം. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു എന്താ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുക, കാര്യമായിട്ട് ഒന്നും എനിക്കൊരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ അടുത്ത് ഓരോന്ന് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ. ഒരു പനീർ ഫ്രൈ റെസിപ്പി ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വട്ടം ആ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റിൽ കണ്ടു ചോദിച്ചത്. ചെയ്യാം കേട്ടോ. അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം, നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നു പോയതുകൊണ്ടാണ്. അത് പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് എന്തായാലും ആ വീഡിയോ ഞാൻ ചെയ്യും. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു എൻ്റെ റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം, പിന്നെ കബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. കുറച്ച് പഴയ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്നെല്ലാം അതിൽ നല്ലോണം ഒന്ന് എടുത്ത് വെക്കുക. പിന്നെ റൂമെല്ലാം കുറച്ച് അലങ്കോലമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം നമുക്കൊന്ന് ചെയ്താലോ. ഞാനെന്തായാലും ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ കോലം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരും കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട. എന്താ മടിയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കിയാൽ ഏകദേശം ഒരാഴ്ച വരെയൊക്കെ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെയും പഴയതുപോലെ തന്നെയാവും. അതാണ് കാര്യമായിട്ട് ഈ ഒരു ക്ലീനിങ് പരിപാടി ചെയ്യാനുള്ള മടി. അപ്പം എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ റൂമിൻ്റെ കോലം എന്ന് പറഞ്ഞാൽ. ആരും ഞെട്ടരുത് കേട്ടോ. ഇതാ ഇവിടെ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, അവിടെ കുറച്ച് ഡ്രസ്സ് ഉണ്ട്. പിന്നെ ബെഡെല്ലാം കുറച്ച് ഇതായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇതാ ഞാൻ നിവിയേൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്ത സ്യൂട്ട് കേസ് എല്ലാം ഇവിടെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ കബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നമ്മുടെ ദേവുവിൻ്റെ റൂമിലുള്ള കാര്യങ്ങളും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നുണ്ട്. പിന്നെ അപ്പുറത്തൊരു കബോർഡുണ്ട് ഇതുപോലെ തന്നെ ഡ്രസ്സെല്ലാം വെക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എത്രത്തോളം ഇന്ന് നടക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വരെ ഇന്ന് ചെയ്യാം. എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം അല്ലേ. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ.
ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്രിഷ് ബേബി ഇത് എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചതുപോലെ അത്ര വേഗം കഴിയുന്ന പണിയൊന്നുമല്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവിടെ ഫുള്ളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഡ്രസ്സുകളൊക്കെ വേണ്ടതും വേണ്ടാത്തതൊക്കെ ആയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വാൾഡ്രോബിലുള്ള ഫുള്ള്. പക്ഷേ കുറച്ച് പണിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് ഞങ്ങളെ റൂം മാത്രമേ സെറ്റാക്കാൻ പറ്റുമെന്നാണ്. കുഴപ്പമില്ല, ബാക്കി നമുക്ക് പതുക്കെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് പോയിട്ട് നമ്മുടെ കൃഷുവിന് ഫുഡ് കൊടുക്കട്ടെ, എന്നിട്ട് ഞാനും കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് തുടങ്ങാം നമുക്ക് ബാക്കി ക്ലീനിങ്. ലീഷു ഹായ് പറ. പാപ്പ തിന്നട്ടെ എന്ന് പറ. പാപ്പ തിന്നിട്ട് വരാട്ടോ. അങ്ങനെ കൃഷുവിന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ വേഗം തന്നെ ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് വേണം നമുക്ക് ബാക്കിയുള്ള ഇത് എല്ലാം സെറ്റാക്കി എടുക്കാൻ. വേഗം തന്നെ അതെല്ലാം ചെയ്ത് വെച്ചാലല്ലേ എഡിറ്റ് ചെയ്ത് തന്നെ ഇടണമെന്ന് വിചാരിക്കുന്നത്. നടക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും വേഗം കഴിച്ചിട്ട് പോവാം. ഇത്രയും ഡ്രസ്സുകൾ നമ്മളിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും തൽക്കാലം മാറ്റി വെക്കാം. ഞങ്ങൾ പഴയ ഡ്രസ്സൊക്കെ കൊടുക്കുന്ന ഒരു ചേച്ചി ഉണ്ട് ഇവിടെ. ആള് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുത്തു കൊടുക്കാം. ദേവുവിൻ്റെ കല്യാണത്തിൻ്റെ സമയത്തെല്ലാം കുറേ ഡ്രസ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കിത് എവിടെയെങ്കിലും വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെയെല്ലാം റെഡിയാക്കിയിട്ടാ, കണ്ടില്ല, കുറച്ചധികം കഷ്ടപ്പെട്ടു. ഇത് അവിടെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് വളരെ എളുപ്പമായിട്ടുള്ള പരിപാടിയായിരിക്കും. അതുകൊണ്ട് എല്ലാ വാർഡ്രോബൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇന്ന് ഇവിടുത്തെ മാത്രമേ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയുള്ളൂ. വാർഡ്രോബൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഇതിൻ്റെ അകത്ത് സെറ്റാക്കി മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറേ ഇതിനകത്ത് വെക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അപ്പുറത്തൊക്കെ ആയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് സെറ്റ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ ടാറ്റാ.